ഹായ് ഗൈസ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. എല്ലാവർക്കും ഞങ്ങളുടെ ചാനലിലെ പുതിയൊരു വീഡിയോയിലോട്ട് സ്വാഗതം. അപ്പോൾ നമുക്കിന്ന് ഒരു കുക്കിംഗ് വീഡിയോ ആയിട്ടാണ് വന്നിട്ടുള്ളത് കേട്ടോ. വളരെ എളുപ്പത്തിൽ എങ്ങനെയാണ് നമ്മുടെ ഇലക്കറി തോരൻ ഉണ്ടാക്കുന്നതെന്നാണ് നമ്മൾ കാണാൻ പോകുന്നത് കേട്ടോ. അപ്പോൾ കുറച്ചധികം ഇലക്കറിയൊക്കെ ഇത് ഇളക്കി വെച്ചിട്ടുണ്ട്. നമ്മുടെ മുരിങ്ങയിലയാണ് കേട്ടോ. ഇല ഇളക്കി അതിൻ്റെ പൂവുണ്ട്. അപ്പോൾ ഇത് ഇളക്കി അരിഞ്ഞ് കഴുകി മാറ്റി വെച്ചിട്ടുണ്ട്. ഒരു ചീനച്ചട്ടി അടുപ്പത്ത് വെച്ചിട്ട് ആവശ്യത്തിനുള്ള ഓയിൽ ഒഴിച്ച് കടുകിട്ട് പൊട്ടിച്ച് ഒരു സവാള എടുത്തിട്ടുണ്ട് കേട്ടോ. ഒന്നെന്ന് പറയാൻ പറ്റത്തില്ല, ഒരു പകുതി സവാള അരിഞ്ഞതും മുളകും കൂടെ ചേർത്ത് ഒന്ന് ചെറുതായിട്ടൊന്ന് വഴറ്റിയെടുക്കാം കേട്ടോ. നല്ലതുപോലെയൊന്നും വഴറ്റണ്ട, ചെറുതായിട്ടൊന്ന് കളർ മാറി വന്നാൽ മതി. ഒരു നിറത്തിന് വേണ്ടി അല്പം മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കാം. വളരെ ടേസ്റ്റും വളരെ ഹെൽത്തി ആയിട്ടുള്ള തോരനാണ് മുരിങ്ങ ഇലക്കറി തോരൻ. അപ്പോൾ ഞാനിപ്പോൾ ഉണ്ടാക്കുന്ന രീതിയിൽ ഉണ്ടാക്കി കഴിഞ്ഞാൽ കൊച്ചു പിള്ളേർക്ക് വരെ ഇഷ്ടമാവും കേട്ടോ. ആദ്യം കഴുകി എടുക്കാനുള്ളതായിരുന്നു, ഞാൻ മക്കളൊക്കെ കൂടിയാണ് ഇളക്കി തന്നത് കേട്ടോ ഇലയൊക്കെ. അങ്ങനെ രണ്ടാമതാണ് കഴുകിയെടുത്തത്. അത് കാരണം ഈർപ്പമുണ്ട്, അപ്പോൾ ഇച്ചിരി വെള്ളം ഊറി വരാനുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ ഇതേ എല്ലാ ഇലയൊക്കെ അതിലിട്ട് കൊടുക്കുകയാണെങ്കിൽ എല്ലാം കൂടി ഒന്ന് ഇളക്കി മറിച്ച് മിക്സ് ചെയ്ത് വെച്ച് കൊടുക്കാം. ഒരു കാരണവശാലും നമ്മൾ ഈ ഇലക്കറി ഐറ്റംസൊക്കെ മൂടി വെച്ച് വേവിക്കാൻ പാടില്ല കേട്ടോ. വെള്ളം നല്ല ഊർന്നു വരും. ഞാൻ ഒരു സെക്കൻഡ് ജസ്റ്റ് ഒന്ന് മൂടി വെച്ചു കേട്ടോ. അതായത് നമ്മൾ രണ്ടാമതല്ലേ ഇല കഴുകിയത്, അപ്പോൾ നന്നായിട്ട് വെള്ളം ഇങ്ങനെ ഊർന്ന് വരുന്നുണ്ട്. അപ്പോൾ എല്ലാം മിക്സ് ചെയ്ത് വെച്ച് കൊടുക്കുകയാണ്. ഉപ്പിടാൻ മറന്നു പോരുത്. പിന്നെ പ്രത്യേകിച്ച് പറയാനുള്ളതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഈ ഇലക്കറി സംഭവങ്ങളൊക്കെ ഉണ്ടാക്കുമ്പോൾ ആദ്യം ഒത്തിരി ക്വാണ്ടിറ്റി ഉണ്ടാവും, അത് വേഗം തന്നെ വെന്ത് ചുരുങ്ങിപ്പോവും കേട്ടോ. അപ്പോൾ ആദ്യത്തെ അളവനുസരിച്ച് നമ്മൾ ഒരിക്കലും ഉപ്പിടാൻ പാടില്ല, കുറച്ച് മാത്രം ഇട്ട് കൊടുക്കുക. അടുത്ത് നമ്മളൊന്ന് തേങ്ങ ചതച്ചെടുക്കണം. അതിനായിട്ട് തേങ്ങയും ഒരു വെളുത്തുള്ളി, അല്പം ജീരകം, ഒരു ഇത്തിരി മാത്രം മുളക് പൊടിയിട്ട് ഒന്ന് ചതച്ചെടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോഴത്തേക്കും നമ്മുടെ ഏലക്കറിയൊക്കെ വെന്ത് വന്നിട്ടുണ്ട്. അതിലോട്ട് നമ്മുടെ ഈ ചതച്ച കൂട്ടിട്ട് കൊടുത്ത് ഒന്ന് മിക്സ് ചെയ്ത് ഇളക്കി യോജിപ്പിച്ച് കൊടുക്കാം കേട്ടോ. പിന്നെയാണ് നമ്മൾ ടേസ്റ്റിനും കുട്ടികൾക്കും ഇഷ്ടപ്പെടുന്നതിന് വേണ്ടിയിട്ട് നമ്മളിതിലോട്ട് ഓരോരോ സംഭവം കൂടി ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. ജസ്റ്റ് ഒന്ന് അടപ്പെടുത്ത് നോക്കുമ്പോഴത്തേക്ക് നന്നായിട്ട് വെള്ളമൊക്കെ പോയിട്ടുണ്ട് കണ്ട. അടിപൊളിയായിട്ട് കിട്ടിയിട്ടുണ്ട്. ആ ഒരു നനവോ ഈർപ്പോ ഒന്നുമില്ല, എല്ലാം പോയിട്ടുണ്ട്. അപ്പോൾ ഇനിയാണ് നമ്മുടെ സൂത്രപ്പണി കേട്ടോ. ഒരു മുട്ട എടുക്കുക, മുട്ട പൊട്ടിച്ച് ഇതിലോട്ട് ഒഴിച്ച് ഒന്ന് ചിക്കി മറിച്ചെടുക്കുക. അത്രയേ വേണ്ടുള്ളൂ. അപ്പോൾ നമ്മുടെ ടേസ്റ്റ് ആയിട്ടുള്ള ഹെൽത്തി ആയിട്ടുള്ള നമ്മുടെ ഇലക്കറി തോരൻ വളരെ എളുപ്പത്തിൽ തയ്യാറാക്കാൻ പറ്റുന്ന മുരിങ്ങ ഇലക്കറി തോരൻ ഇതാ തയ്യാറായി. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഞങ്ങളുടെ വീഡിയോ ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായി ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറന്നു പോകരുത്. ബൈ. നെക്സ്റ്റ് വീഡിയോ